ഗായ്സ് വെൽക്കം ബാക്ക്. ഞാൻ റാസി. ഇന്ന് നമ്മുടെ ഗ്യാരേജിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഐറ്റം ഡീസലാണ്. ഈ വണ്ടി നമുക്ക് വന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, ഈ ഒരു വണ്ടിയുടെ ഓണറുടെ സൈഡിൽ നിന്നുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് ഇതിന്റെ കൂളന്റ് ലീക്ക് ആവുന്നുണ്ട്. അതായത് രാത്രി സമയങ്ങളിലാണ് കൂളന്റ് ലീക്ക് ആവുന്നത്. അങ്ങനെ ഇദ്ദേഹം നോക്കിയ സമയത്ത് വണ്ടിയുടെ ആ ഒരു റേഡിയേറ്ററിന്റെ താഴ്ഭാഗത്തായിട്ട് കൂളന്റ് ലീക്ക് കാണുന്നുണ്ട് കേട്ടോ. സാധാരണ കുറച്ച് പഴക്കമുള്ള വണ്ടികളിൽ റേഡിയേറ്ററിന് താഴ്ഭാഗത്തായിട്ട് ലീക്ക് കാണാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വാഹനം വന്ന ഗ്യാരേജിൽ വന്ന സമയത്ത് നമ്മളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു എവിടുന്ന ലീക്ക് വരുന്നതെന്ന്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് മുമ്പ് എങ്ങനെ ചെറിയൊരു തട്ടൽ വന്നിട്ടുണ്ട്, ചെറിയൊരു തട്ടൽ. ഗൈസ്, ആ ഒരു തട്ടൽ വന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ട് പാനൽ, അതായത് റേഡിയേറ്റർ, കണ്ടൻസർ, അതുപോലെ തന്നെ ഇന്റർകൂളർ കാര്യങ്ങളൊക്കെ സീറ്റ് ആവുന്നത് ഫ്രണ്ടിലുള്ള ആ പാനലിന്റെ മേലെയാണ്. അങ്ങനെ ആ ഒരു പാനൽ ബെൻഡ് ആയിട്ടുണ്ട്. പാനൽ ബെൻഡ് ആയ ഒരു ടൈമിൽ തന്നെ ഇതിന്റെ റേഡിയേറ്റർ, കണ്ടൻസർ എല്ലാം ട്വിസ്റ്റ് ആയിട്ടുണ്ട്, മടങ്ങിയിട്ടുണ്ട്. ഗൈസ്, അത് മാത്രമല്ല, റേഡിയേറ്റർ അയച്ച് പുറത്തേക്ക് എടുത്തപ്പോൾ അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് മുമ്പ് എങ്ങനെ റേഡിയേറ്റർ ലീക്ക് വന്ന സമയത്ത് ഒട്ടിച്ചിട്ടുണ്ട് റേഡിയേറ്റർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒട്ടിക്കാൻ പാടില്ല. കാരണം നമ്മൾ വണ്ടിയും കൊണ്ട് ഏതൊക്കെ വഴിക്കാ പോകാന്ന് പറയാൻ പറ്റില്ല. എവിടെന്നെങ്കിലും ഇത് ലീക്ക് ആയി കഴിഞ്ഞാൽ പണിയാണ്. ഗൈസ്, അപ്പം അങ്ങനെ റേഡിയേറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഓണറുടെ മറ്റൊരു പ്രോബ്ലം ആണ് ഇതിന്റെ ക്ലച്ച്. അതായത് ഈ വണ്ടി കൂടുതലും ബാംഗ്ലൂർ സിറ്റിയിലൊക്കെയാണ് ഓടുന്നത്. അപ്പം ഓടുന്ന സമയത്ത് ക്ലച്ച് നല്ല ഹാർഡാട്ടോ. അപ്പം ക്ലച്ച് ഏകദേശം മാറാനായിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് നമ്മളോട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് അത്ര പ്രോപ്പർ അല്ല. ഹാൻഡ് ബ്രേക്ക് കുറച്ചൊരു പവർ കുറവാണ്. പിന്നെ ഇതിന്റെ ഹോണ് എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്നില്ല. ചില ആംഗിളിലൊക്കെ വെക്കുമ്പോൾ ഹോണ് വർക്ക് ആവുന്നില്ല. അതൊരു പ്രശ്നമാണ്. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ പാസഞ്ചർ ഇരിക്കുന്ന അവിടെ ആയിട്ട് AC-യുടെ വെള്ളം നിറയുന്നുണ്ട്. കാരണം ഇവാപ്പറേറ്ററിന്റെ എവിടെ ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് കംപ്ലൈൻറ്റ്സ്. പിന്നെ ഇതിന്റെ ഫിൽറ്ററുകൾ, കാര്യങ്ങൾ, ഓയിൽ ചേഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഇതിന്റെ ചെക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യം ഇതിന്റെ കൂളന്റ് ലീക്കാണ്. അപ്പം ഈ കൂളന്റ് ലീക്ക് ആവുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മളിത് ഫുള്ള് അയച്ചെടുത്ത സമയത്ത് നമ്മൾ റേഡിയേറ്ററിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു കൂളന്റിന്റെ ചെറിയ നനവ് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി റേഡിയേറ്റർ ലീക്ക് ആണെന്നുള്ളത്. പിന്നെ അയച്ച് പുറത്തേക്ക് എടുത്തപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ വേറൊരു വശം കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്സ് ഒക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അതായത് ഈ ഒരു ഫ്രണ്ട് പാനൽ ഏകദേശം ഒരു 8200 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. റേഡിയേറ്ററിനാണെങ്കിൽ 5000 സംതിങ് റേഡിയേറ്ററിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം മേ ബി മുമ്പത്തെ ഓണർ അത് റീപ്ലേസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി ഇത് മാറിയേ പറ്റുള്ളൂ. കാരണം വണ്ടി സേഫ് ആയിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്സ് നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യണം. ഗൈസ്, അതുപോലെ തന്നെ ഇതിന്റെ ഓണറുടെ വേറൊരു പ്രശ്നമാണ്, ഇതിനൊരു ട്രബിൾ കോഡ് ഉണ്ടായിരുന്നു. അതായത് ഒരു എഞ്ചിന്റെ വാർണിംഗ് ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്ത് അത് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ അയച്ചെടുത്തു, ഫ്രണ്ട് പാനൽ അയച്ചു, ശേഷം നമ്മൾ ക്ലച്ച് അയച്ചു, ഗിയർ ബോക്സ് അയച്ചു. അപ്പോൾ നമ്മൾ ക്ലച്ച് ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് ക്ലച്ചിന്റെ അവസാന നിമിഷങ്ങളാണ്. അതായത് കുറച്ച് സമയം കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈ വീലും കാര്യങ്ങളും എല്ലാം സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം റിബേറ്റ് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിച്ച ക്ലച്ചാണ്. അപ്പം ക്ലച്ച് നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പം മാറുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്ലൈ വീലൊക്കെ രക്ഷപ്പെടും. കാരണം കുറച്ചുകൂടെ നമ്മളിത് ഓടിച്ചു കഴിഞ്ഞാൽ റിബേറ്റ് ഫ്ലൈ വീല് സ്ക്രാച്ച് ആയാൽ പിന്നെ നമുക്ക് ആ ഫ്ലൈ വീൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം ചിലപ്പോൾ ഫ്ലൈ വീല് മാറേണ്ട തന്നെ വരും. അപ്പോൾ നല്ലൊരു എമൗണ്ട് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ആദ്യം തന്നെ ജെനുവിൻ ആയിട്ടുള്ള ക്ലച്ച് ഇട്ടു, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് മാറ്റി ഒക്കെ ചെയ്തു, ഗിയർ ബോക്സ് സെറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ പുതിയ പാനൽ കൊണ്ടുവന്നു, പാനൽ ഫിക്സ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്റർ കാര്യങ്ങളെല്ലാം പുതിയത് ജെനുവിൻ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ മാത്രമല്ല, ഫ്രണ്ടിൽ തട്ടിയ സമയത്ത് ആ ഒരു പാനൽ സീറ്റ് ആവുന്ന സ്ഥലത്ത് ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഹാമർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് തട്ടി ലെവലാക്കി. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഈ AC-യുടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. കാരണം അവിടെ വൈബ്രേഷൻ കിട്ടിയ സമയത്ത് ആ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇളകിയിട്ട് അതിലൂടെ വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മളത് ലാസ്റ്റിലേക്ക് ചെക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തു. കാരണം ഇത് കോമൺ ആയിട്ട് വണ്ടികൾക്ക് വരുന്ന പ്രശ്നം. കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു ഡ്രെയിനേജ് പൈപ്പ് ബ്ലോക്ക് ആവാറുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ബാറ്ററി നിൽക്കുന്ന ആ ഏരിയയിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തു. അതിൻ്റെ ശേഷം നമ്മൾ പെയിന്റ് ചെയ്തു. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് കുറയുന്നുണ്ടായിരുന്നു ഈ ഒരു വണ്ടിക്ക്. ബ്രേക്ക് ഫ്ലൂയിഡ് ഈ ഹുണ്ടായി വണ്ടികളിൽ എന്ന് പറഞ്ഞാൽ ഒരു വാൽവ് വരുന്നുണ്ട്.
ആ ഒരു വാൽവിന് 901 രൂപ റേറ്റ് വരും ഒരു വാൽവിന്. 2 വാൽവ് വരും അധിക വണ്ടികൾക്കും ഗൈസ്. അപ്പം ഇതിന്റെ 2 വാൽവ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ വാൽവ് മാറാത്തോടത്തോളം കാലം ഈ ലീക്ക് നിൽക്കാനേ പോകുന്നില്ല. നമ്മൾ എത്ര പിടിച്ച് ടൈറ്റ് ചെയ്താലും അവിടെ ലീക്ക് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു 2 വാൽവ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ആണ്. അപ്പം ചില സമയത്തൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയം, ഹാൻഡ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത്ര പ്രോപ്പറായിട്ട് ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നില്ല, കുറെ മേലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അയച്ചപ്പോൾ ഡ്രം ഇതിന്റെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രം നമ്മൾ ഫേസ് ചെയ്തു. പിന്നെ മാത്രമല്ല ഇതിന്റെ ബ്രേക്ക് ഷൂവിന്റെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കുറച്ച് തിരിച്ചൊക്കെ ആയിട്ടിരുന്നത്, അതൊക്കെ നമ്മൾ കറക്റ്റാക്കി ലെവലാക്കിയപ്പോൾ ഹാൻഡ് ബ്രേക്ക് പക്ക പ്രോപ്പറായി. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ക്ലോക്ക് സ്പ്രിങ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇത് എയർ ബാഗ് വരാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ക്ലോക്ക് സ്പ്രിങ്ങിന് ഒരുപാട് പ്രൈസ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലോക്ക് സ്പ്രിങ് മാറി. ഫ്യൂവൽ ഫിൽറ്റർ, നമ്മുടെ ഡീസൽ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തു. ഡീസൽ ഫിൽറ്റർ നമ്മൾ അയച്ചെടുത്ത് നോക്കിയപ്പം ഒരുപാട് വേസ്റ്റ് ഒന്നും കണ്ടില്ല. പക്ഷെ എന്നാൽ നമ്മൾ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ മേജർ സർവീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡീസൽ ഫിൽറ്റർ മാറിയ ഏറ്റവും നല്ലതാണ്. കാരണം ഡീസൽ വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ വണ്ടികളെ അപേക്ഷിച്ച് ഡീസലിൽ പൊതുവെ വെള്ളത്തിൻ്റെ അംശവും അതുപോലെ കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം മുമ്പുള്ള ഓണർ എത്ര മുമ്പ് മാറിയാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഡീസൽ ഫിൽറ്റർ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ, അതുപോലെ തന്നെ കൂളൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. എഞ്ചിൻ ഓയിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗ്രേഡ് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ നമ്മൾ ജെനുവിനാണ് നമ്മൾ ഉപയോഗിച്ചത്. എയർ ഫിൽറ്റർ നമ്മൾ മാറി. കാരണം ഇതിൻ്റെ എയർ ഫിൽറ്റർ ചെറിയ എയർ ഫിൽറ്ററാണ്. പിന്നെ അത് പെട്ടെന്ന് ബ്ലോക്ക് ആവും. ക്ലീൻ ചെയ്തിടുന്നതിനേക്കാളും ബെറ്ററാണ് മാറുന്നത്. കാരണം ആ 200 രൂപ താഴെ മാത്രമേ ജെനുവിന് റേറ്റ് വരുന്നുള്ളൂ. പിന്നെ കേസ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂളൻ്റ്. അപ്പോൾ ഈ വണ്ടി ആദ്യം തൊട്ടേ കൂളൻ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിയ വണ്ടിയാണ്. അതായത് ഈ ലീക്ക് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ വീണ്ടും വീണ്ടും കൂളൻ്റ് തന്നെ യൂസ് ചെയ്ത്, പച്ചവെള്ളം ഒഴിച്ചിട്ടില്ല. അത് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ആയി. കാരണം വാട്ടർ പമ്പ് കാര്യങ്ങൾ ഇതൊന്നും മാറേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള റേഷ്യോയിലുള്ള കൂളൻ്റ് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ബൾബ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യാത്തതൊക്കെ നോക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. തന്നെ ഇതിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ചെറിയ ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾട്ടർനേറ്റർ ബെൽറ്റ് നമ്മൾ പുതിയത് മേടിച്ചു, ജെനുവിൻ മേടിച്ചു. പിന്നെ അതിൻ്റെ 2 പുള്ളികൾ വരുന്നുണ്ട്, ഐഡ്ലിംഗ് പുള്ളി. അതിൻ്റെ ബെയറിങ്ങിന് നോയ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് നമ്മൾ ആ ഒരു 2 പുള്ളി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ് നമുക്ക് ഓടിക്കാൻ. അതായത് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ക്ലച്ച്, നമ്മൾ ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം ക്ലച്ചാണ്. പിന്നെ അതുപോലെ തന്നെ കാലിപ്പർ പിന്നിനൊക്കെ ഷെയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തു. ഗട്ടറിലൊക്കെ പോവുകയാണെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കും, സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഹോൺ വലിയൊരു വിഷയമാണ്. കാരണം നമ്മൾ ഓടിക്കുന്ന സമയത്ത് ചില ആംഗിളിലൊന്നും ഹോൺ അടിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. അപ്പം അങ്ങനെയുള്ള ടോട്ടലി കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ നമ്മൾക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് കിട്ടിയ എന്താണെന്ന് വെച്ചാൽ എല്ലാ പാർട്സും നമുക്ക് ജെനുവിൻ തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം എനിക്കിപ്പോൾ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതുവരെയൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ മാരുതിയിലേക്കാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ആളുകൾ ഈ ഹുണ്ടായിട്ടൊക്കെ യൂസ്ഡ് കാർ കൂടുതൽ മേടിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കൂടുന്നുണ്ട്. കാരണം പാർട്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ പാർട്സുകളൊക്കെ, അതായത് ഇപ്പം പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന പാർട്സുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. പക്ഷേ കുറച്ച് റെയർ ആയിട്ടുള്ള പാർട്സുകളൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്താലും കിട്ടാൻ കുറേ സമയമൊക്കെ എടുക്കും. പക്ഷേ ഈ വണ്ടികളുടെ പാർട്സുകളൊക്കെ കിട്ടുന്നുണ്ട്. പൈസ കുറച്ച് കൂടുതലാണെങ്കിലും പാർട്സുകൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.